നമസ്കാരം. നമ്മൾ 2 ദിവസമായി ഈ യുദ്ധവാർത്തകൾ കൺവേ ചെയ്തിട്ട് 2 ദിവസത്തിനിടയിൽ പ്രത്യേകിച്ച് കാര്യമായ ചേഞ്ചസ് ഒന്നും യുദ്ധമേഖലയിൽ ഉണ്ടായിട്ടില്ല. യുദ്ധം തുടരുകയാണ്. അതിനിടയിലൂടെ ഹൂത്തികൾ ഈ യുദ്ധത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളത് മാത്രമാണ് ഒരു പുതിയ വാർത്തയായിട്ട് പറയാനുള്ളത്. നമുക്കറിയാവുന്ന ഹൂത്തികൾ യമൻ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന, ഇറാനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ഇറാനാൽ പരിപോഷിക്കപ്പെടുന്ന ഒരു ഭീകര സംഘടനയാണ്. അപ്പം യമൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ, സൗദി അറേബ്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള യമൻ എന്ന് പറയുന്ന രാജ്യം, അത് റെഡ് സീയോട് ചേർന്ന് കിടക്കുന്നു, അറേബ്യൻ സീയോടും ചേർന്ന് കിടക്കുന്നു. അതിൻ്റെ ഒരു ഭാഗം, അതായത് സൗതേൺ സൈഡ് അറേബ്യൻ സീ ആണ്, അതിൻ്റെ വെസ്റ്റേൺ സൈഡ് റെഡ് സീ ആണ്. ബാക്കിയുള്ള ബോർഡർ വരുന്നത് സൗദി അറേബ്യ, ബാക്കിയുള്ള സൗദി അറേബ്യ ഇങ്ങനെ ചുറ്റിക്കിടക്കുകയാണ്. സൗദി അറേബ്യയുമായിട്ട് ഹൂത്തികൾ വഴക്കിലുമാണ്. ഇപ്പം യമൻ എന്ന് പറയുന്ന രാജ്യത്തെ ഒഫീഷ്യൽ സർക്കാരിനെ അട്ടിമറിച്ച് ആ രാജ്യത്തിൻ്റെ പകുതിയിലധികം ഭാഗം, എക്കണോമിക്കലി വളരെയേറെ പ്രാധാന്യം കൂടുതലുള്ള ഭാഗവും ആ രാജ്യത്തിൻ്റെ തലസ്ഥാനവും അടക്കമുള്ള പ്രദേശങ്ങൾ പിടിച്ചടക്കി ഭരിക്കുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് ഹൂത്തികൾ എന്ന് പറയുന്നത്. ഹൂതി എന്നുള്ളൊരു ട്രൈബാണ്. അവർക്ക് യമൻ്റെ പകുതിയിലധികം അവരാണ് ഭരിക്കുന്നത്. അവിടെ പരമ പട്ടിണിയാണ്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പല വീഡിയോകളിലായിട്ട് നേരത്തെ വിശദീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഹൂത്തികൾ എന്ന് പറയുന്ന ഈ തീവ്രവാദ സംഘടനയെ, ആ കൂട്ടത്തെ നിയന്ത്രിക്കുന്നത് ഇറാനാണ്. ഇറാനിൽ നിന്ന് ആയുധങ്ങൾ ലഭിച്ച, ഇറാനിൽ നിന്ന് ആയുധങ്ങൾക്കുള്ള ടെക്നോളജി ലഭിച്ച, IRGCയുടെ ട്രെയിനിങ് ലഭിച്ച ആളുകളാണ് ഹൂത്തികൾ എന്ന് പറയുന്നവർ. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു കലാപരിപാടി അവിടെ റെഡ് സീയിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ ആക്രമിക്കുകയും അതുവഴി ലെവി ചുമത്തുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. കൂടാതെ ഹമാസുമായി ഇസ്രായേൽ യുദ്ധത്തിൽ വന്നപ്പോൾ ഹമാസിനോടുള്ള പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ച കാര്യം നമുക്കറിയാം. അപ്പം അന്ന് ഹമാസിനെ സഹായിക്കാൻ വേണ്ടി അവർ ഇസ്രായേലിലേക്ക് മിസൈൽ അയച്ചതുപോലെ ഇപ്പോൾ ഇറാനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ശനിയാഴ്ച ഒരു മിസൈൽ അവരയച്ചു. ഇന്ന് ഞായറാഴ്ചയും ഒരു മിസൈൽ അയച്ചു. ഇതൊരു നേർച്ച പോലെ ചെയ്യുന്നൊരു പരിപാടിയാണ്. ഹമാസിൻ്റെ കാലത്ത് വന്നൊരു നേർച്ചയായിരുന്നു ഇത്. ഇപ്പോഴും ഇതൊരു നേർച്ച മാത്രമാണ്. ഇവരയക്കുന്ന മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചിട്ട് കാര്യമായ കേടുപാടുകൾ സംഭവിക്കാറില്ല. കാരണം എഗെയിൻ 10,000 കിലോമീറ്റർ മേലെ മിസൈൽ ഫ്ലൈ ചെയ്യേണ്ടതുണ്ട് സൗദി അറേബ്യയുടെ മുകളിൽ കൂടി അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനിടയിലൂടെ ഇസ്രായേൽ അതിനെ ടാർഗറ്റ് ചെയ്യുവാനും നശിപ്പിക്കാനും സാധിക്കും. ശനിയാഴ്ച വന്ന മിസൈലും ഞായറാഴ്ച വന്ന മിസൈലും ഇസ്രായേൽ നശിപ്പിച്ചിട്ടുണ്ട്. ഹൂതികൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി ഇറാനിലേക്ക് ഒരു ഗ്രൗണ്ട് അറ്റാക്ക് US-ഉം ഇസ്രായേലും സംഘടിപ്പിക്കുകയാണെങ്കിൽ തങ്ങൾ റെഡ് സീയിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ ആക്രമിക്കും എന്നൊരു ഭീഷണിയും അവർ മുഴക്കിയിട്ടുണ്ട്. അവർ നേരത്തെ റെഡ് സീയിലൂടെ കടന്നു പോയിരുന്ന കപ്പലുകളെ ആക്രമിച്ചിരുന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. അതിൻ്റെ ഫലമായിട്ട് US വളരെ ശക്തമായി യമനിൽ അവരെ തകർക്കുകയും അവരുടെ തലസ്ഥാനം, യമൻ്റെ തലസ്ഥാനം സനായാണ്, അത് ഹൂത്തികളുടെ നിയന്ത്രണത്തിലാണ്. ഇപ്പോൾ ടെഹ്റാൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ സന പല തവണ എയർ റെയ്ഡുകൾ നടത്തി. സനയിലെ പോർട്ട്, സീ പോർട്ട്, എയർപോർട്ട്, ഈ ഹൂത്തികളുടെ തലസ്ഥാനം, ഇതെല്ലാം പാടെ തകർന്ന് തരിപ്പണമാക്കിയിട്ട് ഇപ്പോൾ ഒരു 4-5 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഹൂതികൾക്ക് പഴയതുപോലത്തെ ഒരു ആംബിയറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ ഇതുവരെ ഇറാനൊരു സഹകരണമായിട്ട് അവർ ഇറങ്ങിയിരുന്നില്ല. അപ്പോൾ ഹൂത്തികളുടെ ഈ ഒരു സഹകരണത്തെ ഒരുപക്ഷെ ഇറാൻ്റെ അവസാനത്തെ ആയുധം എന്ന നിലയ്ക്ക് വേണമെങ്കിൽ പരിഗണിക്കാവുന്നതാണ്. ഇറാൻ്റെ ഏറ്റവും വലിയ ക്ഷീണമായ ഒരു സ്ഥിതിയിലേക്ക് ഇറാൻ എത്തുകയും അങ്ങനെ ഇറാനെ കൊണ്ട് തീരെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇറാൻ അങ്ങേയറ്റം ക്ഷീണിച്ച ഒരു സാഹചര്യത്തിൽ ഹൂതികൾ കൂടി ഇതിലേക്ക് കടന്നു വരികയും ചെയ്തു എന്നൊരു ഇൻ്റർപ്രിട്ടേഷനാണ് കുറച്ചും കൂടി കറക്റ്റ് ആവുക എന്നെനിക്ക് തോന്നുന്നു. കൂടാതെ ഹൂതികൾ സൗദി അറേബ്യയെ പലവട്ടം ആക്രമിച്ചിട്ടുള്ളതാണ്. സൗദിയുടെ വലിയ എണ്ണം പറഞ്ഞ ശത്രുക്കളാണിവർ എന്നുള്ളൊരു വിഷയവുമുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതിൽ വാസ്തവത്തിൽ ഇറാൻ ഉദ്ദേശിക്കുന്നത് ഈ യുദ്ധത്തെ പരമാവധി വളർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് വളർത്തി റെഡ് സീയിലേക്ക് കൂടി എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവർ ഹോർമൂസ് കടലിടുക്കിനെ നിയന്ത്രിച്ച് നിർത്തിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ ഇറാനോട് ചേർന്നുള്ള ഹോർമൂസ് കടലിടുക്കിൽ പേർഷ്യൻ ഗൾഫിലെ പല ദ്വീപുകളുണ്ട്. അതിൽ ഇറാനോട് ചേർന്ന് കിടന്ന മിക്കവാറും എല്ലാ ദ്വീപുകളും ഇറാൻ്റെ നിയന്ത്രണത്തിലാണ്. ഈ ഹോർമൂസ് കടലിടുക്കിൽ തന്നെ ചെറിയ ദ്വീപുകളുണ്ട്. അതിലൊരു ചെറിയ ദ്വീപ്, ഇറാൻ്റെ നിയന്ത്രണത്തിലുള്ളൊരു ചെറിയ ദ്വീപിനും ഇറാൻ്റെയും തീരത്തിനിടയിലൂടെ മാത്രമാണ് ഷിപ്പുകളെ കടന്നു പോകാൻ സമ്മതിക്കുന്നത്. ബാക്കിയുള്ള ഹോർമൂസ് കടലിടുക്ക് മുഴുവൻ ക്ലോസ് ചെയ്തിരിക്കുകയാണ് എന്നാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ക്ലോസ് ചെയ്തിട്ടെന്ന് അവർ പറഞ്ഞിട്ടില്ല.
പക്ഷേ മറ്റ് ഷിപ്പുകൾക്ക് ആ റിസ്ക് ഏറ്റെടുക്കാൻ മടിയാണ്. അതിലെ കടന്നു പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ആക്രമണം നേരിടേണ്ടി വരുമോ, അല്ലാതെ മൈൻ ചെയ്തിട്ടുണ്ടോ എന്നൊന്നും ഉറപ്പില്ലാത്തതുകൊണ്ട് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഈ ഇറാൻ്റെ പ്രധാന തീരവും അതുപോലെ ഇറാൻ്റെ നിയന്ത്രണത്തിലുള്ള ഈ ദ്വീപിൻ്റെ ഇടയിൽ ഉള്ള ആ ഒരു സ്ഥലത്ത് കൂടിയാണ് ഈ ഷിപ്പുകൾ കടന്നു വരുന്നത്. അപ്പോൾ അതൊരു പെർമിഷനോടെയാണ്, നിശ്ചയമായിട്ടും അതെന്തെങ്കിലും ഫീസ് കൊടുത്തിട്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അവരൊരു ലെവി വാങ്ങിയിട്ട് അവരുടെ ഫ്രണ്ട്ലി നേഷൻസിൻ്റെ ഷിപ്പ് കടത്തി വിടുകയാണെന്നാണ് നമുക്ക് മനസ്സിലാവും. നമുക്കറിയാവുന്നതാണ്, നമ്മൾ ഇറാനിൽ നിന്ന് പോലും ഗ്യാസ് വാങ്ങിച്ച് തുടങ്ങി എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇറാൻ്റെ തന്നെ ഗ്യാസ് നമ്മൾ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ മറ്റ് രാജ്യങ്ങളും നമ്മുടെ ഡീസലും ക്രൂഡ് ഓയിലും അതുപോലെ ഗ്യാസും ഒക്കെ കളക്ട് ചെയ്ത് ഹോർമൂസിലൂടെ നമ്മളുടെ ഷിപ്പുകൾ കടന്നു വരുന്നുണ്ട്. മറ്റേ ഫ്രണ്ട്ലി നേഷൻസ് എന്ന് ഇറാൻ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള വിഭാഗങ്ങളും വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു സ്ഥലത്തുകൂടി മാത്രമേ അവർ കടന്നു പോകാൻ അനുവദിക്കുകയുള്ളൂ. അതിൻ്റെ റീസൺ അവർ അതിനൊരു കപ്പം ചുമത്തുന്നുണ്ട് എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. അപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇറാൻ ഈ യുദ്ധത്തെ വളർത്തി ഹോർമൂസ് കടലെടുക്കുക, ഇനിയിപ്പോൾ റെഡ് സീ, അതുപോലെ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്ന കാര്യങ്ങളിലൊന്നും അവർ രാജ്യങ്ങളെ ഒഴിവാക്കിയിട്ടില്ല. ഖത്തർ മാത്രം പിന്നീട് ആക്രമിക്കപ്പെട്ടിട്ടില്ല. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഈ കഴിഞ്ഞ ദിവസം കൂടുതൽ ആക്രമണമുണ്ടായത് അമേരിക്കയുടെ ഇബ്രിൽ എന്ന് പറയുന്ന ഇറാഖിലുള്ള അമേരിക്കൻ സെൻറ്ററിന് നേരെയാണ്. അതൊരു കുർദിഷ് പ്രോവിൻസാണ്, അതൊരു ഓട്ടോണമസ് പ്രോവിൻസാണ്. അപ്പോൾ കുർദുകൾക്ക് നേരെയുള്ള ആക്രമണം എന്ന നിലയിലാണ് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ആണ് ഏറ്റവും കൂടുതൽ ആക്രമണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും സൺഡേ നൈറ്റിൽ ഇറാൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് മുഴുവൻ തന്നെ ഡിഫ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഇബ്രിൽ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തിൻ്റെ, ആ കുർദ് പ്രോവിൻസിൻ്റെ, കുർദ് ഓട്ടോണമസ് പ്രോവിൻസിൻ്റെ ആകാശം പ്രകാശഭരിതമായിരുന്നു എന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇവർ അയച്ച ധാരാളം ഡ്രോണുകളെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ക്രാക്ക് വർക്ക്സ് അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്നിങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ഗൾഫ് രാജ്യങ്ങളിൽ ഒമാനിൽ വന്നിട്ടുണ്ട്, ഒമാനിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, സൗദി അറേബ്യയിൽ ഉണ്ടായിട്ടുണ്ട്, കുവൈറ്റിലുണ്ടായിട്ടുണ്ട്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലുണ്ടായിട്ടുണ്ട്, ഈവൻ ബഹ്റൈനിൽ പോലും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ 5 സ്ഥലങ്ങളിലും ആക്രമിക്കപ്പെട്ടതൊക്കെ പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള സ്ഥലങ്ങളാണ്. മിലിറ്ററി ടാർഗറ്റ്സ് ഒന്നും അല്ല ആക്രമിക്കപ്പെട്ടത്. പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള സ്ഥലങ്ങൾ, ഒരു സ്ഥലത്തൊരു സ്റ്റീൽ ഫാക്ടറി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം അതൊരു ലിമിറ്റഡ് നമ്പർ ഓഫ് അറ്റാക്സ് ആണ്, ഒരു 10-15 അറ്റാക്സ് ആണ്. അതിൽ ഭൂരിഭാഗം ഡിഫ്യൂസ് ചെയ്യുന്നുണ്ട്, ചിലത് ഡയറക്റ്റായിട്ട് ലാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഭവിച്ചതുപോലെ തന്നെയാണ്. അപ്പം അവിടുത്തെ ആളുകൾക്കും അവിടുത്തെ രാജ്യങ്ങൾക്കും അവിടുത്തെ അഡ്മിനിസ്ട്രേഷനും ബുദ്ധിമുട്ടുണ്ടാക്കുക. ഇനി റെഡ് സീ ബ്ലോക്ക് ചെയ്ത് അതിലെ പോകുന്ന രാജ്യങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുക. ഈ ഹോർമൂസ് കടലിടുക്ക് ബ്ലോക്ക് ചെയ്ത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക. ഇങ്ങനെ വരുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ പ്രഷർ US-ൻ്റെ മുകളിൽ വരണം, ലോകത്തിലെല്ലായിടത്തും വില കയറണം. അപ്പോൾ അതിനൊരു പൊളിറ്റിക്കൽ ആസ്പെക്റ്റാണ്. ഒരു നേരിട്ടുള്ള മിലിറ്ററി ആക്രമണത്തെക്കാൾ ഒരു പൊളിറ്റിക്കൽ ആസ്പെക്റ്റാണ് ഇറാൻ ഉദ്ദേശിക്കുന്നത്. ഈ പൊളിറ്റിക്കൽ ആസ്പെക്റ്റിന് മറുമരുന്ന് എന്ന നിലയ്ക്കാണ് US നാറ്റോയോടും അതുപോലെ ലോകത്തിലുള്ള മുഴുവൻ രാജ്യങ്ങളോടും US-നോട് സഹകരിക്കാൻ വേണ്ടി ട്രംപ് പറയുന്നത്. അപ്പം മറ്റ് രാജ്യങ്ങളൊക്കെ ട്രംപിൻ്റെ കൂടെ ചേരുകയാണെങ്കിൽ, ഈ ഹോർമൂസ് കടലിലേക്ക് ഫ്രീ ആക്കുക എന്നുള്ള ഒരു പരിപാടിയിലേക്ക് ട്രംപിൻ്റെ കൂടെ ചേരുകയാണെങ്കിൽ, ഇത് ലോകരാജ്യങ്ങളുടെ മുഴുവൻ ഒരു ആവശ്യമാണ് എന്ന നിലയ്ക്കാണ് ഇത് ഇറാൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുക. ഇപ്പോഴിത് US-ൻ്റെ മാത്രം ഒരു ആവശ്യമാണ് എന്ന നിലയ്ക്കാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളുടെ പ്രൊട്ടക്ടർ US ആയതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ടി ഈ ഹോർമൂസ് കടലിടുക്കിനെ ഫ്രീ ആക്കേണ്ടത് US-ൻ്റെ മാത്രം ഒരു പണിയാണ് എന്ന നിലയിലാണ് ഇത് ഇപ്പോൾ നിൽക്കുന്നത്. അതങ്ങനെയല്ല, ലോകം മുഴുവൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഹോർമൂസ് കടലിടുക്ക്. ഗൾഫ് രാജ്യങ്ങളുടേത് മാത്രമല്ല, അത് ലോകത്തിൻ്റേതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നിച്ചു നിന്ന് ലോകത്തിൻ്റെ ഒരു ആവശ്യത്തിനെതിരെ ഇറാൻ നിൽക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഇറാൻ ലോകത്തിനെതിരെ നിൽക്കുന്നു എന്നുള്ള ഒരു പൊളിറ്റിക്കൽ ആസ്പെക്റ്റാണ് മറ്റ് രാജ്യങ്ങളോട് ഈ ഹോർമൂസ് കടലിടുക്ക് ഇഷ്യൂവിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി US പറയുമ്പോൾ US ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അവരുടെ എല്ലാം കൂടെ പട്ടാളം വന്നിട്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യണമെന്നല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടത് ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ സപ്പോർട്ടാണ്. ഇപ്പോൾ ഇത് 2 പൊളിറ്റിക്സാണ്. ഇറാൻ ഉദ്ദേശിക്കുന്നത് ഈ യുദ്ധത്തെ വളർത്തി ഒരു പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടാക്കുക. അമേരിക്ക ഉദ്ദേശിക്കുന്നത് എല്ലാവരും കൂടി ഇറാൻ്റെ നേരെ ചെന്ന് ഒരു പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടാക്കുക. അതാണ് അവിടെ നടക്കുന്ന കളി. ഇനി രണ്ടാമത്തെ വിഷയം, അവിടെ ടെഹ്റാനിൽ നിരന്തരമായ ആക്രമണം US-ഉം ഇസ്രായേലും സംഘടിപ്പിക്കുന്നുണ്ട്. ടെഹ്റാൻ്റെ ഓരോ മുക്കും മൂലയും നശിപ്പിച്ചു വരികയാണ്. അപ്പം ഇറാനെ സംബന്ധിച്ച് ആക്രമണം എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങൾ അവർ ആക്രമിക്കുന്നുണ്ട്, ഹോർമൂസ് കടലിടുക്കിൽ അവർ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് അവരുടെ കയ്യിലാണെന്ന് അവർ പറയുന്നു. ഹൂത്തികൾ അവിടെ മിസൈൽ അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇറാന് പുറത്താണ് ഇറാനെ സംബന്ധിച്ചുള്ള ഇറാൻ്റെ ശക്തി പ്രകടനം നടക്കുന്നത്. ഇറാനകത്ത് ഇറാന് യാതൊരു ശക്തിയില്ല. ഇറാൻ്റെ ഉള്ളിൽ അമേരിക്കയും ഇസ്രായേലും കയറി മേയുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പ് എന്ന നിലയിലാണ് ഇനി ഇതിനകത്ത് മിലിറ്ററി US നേരിട്ട് ട്രൂപ്സിനെ ഇറക്കുമെന്നുള്ള വലിയ വാർത്തയാണ് ഇപ്പോൾ വാഷിങ്ടണിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പം 10,000-കണക്കിന് US ഭടന്മാർ ഈ GCC രാജ്യങ്ങളുടെ മേഖലകളിലേക്ക് നീങ്ങുന്നു എന്നാണ് പുതുതായിട്ട് വരുന്ന വാർത്ത. അപ്പോൾ അതിനെ സംബന്ധിച്ച് കോൺഫ്ലിക്റ്റിംഗ് റിപ്പോർട്ട്സ് ആണ്. ഇത് ന്യൂയോർക്ക് ടൈംസ് തന്നെ റിപ്പോർട്ട് ചെയ്ത സംഗതിയാണ്. സോ ദ മോസ്റ്റ് റിലയബിൾ റിപ്പോർട്ട്. അപ്പോൾ ഇതിൽ സംശയിക്കപ്പെടുന്നത് പെൻറ്റഗൺ ഈസ് പ്രിപ്പയറിംഗ് പ്ലാൻസ് ഫോർ വീക്സ് ഓഫ് ഗ്രൗണ്ട് ഓപ്പറേഷൻ നിയർ പൊട്ടൻഷ്യലി ഇൻക്ലൂഡിംഗ് റെയ്ഡ്സ് ഓൺ ഖാർഗ് ഐലൻഡ് ആൻഡ് കോസ്റ്റൽ സൈഡ്സ് നിയർ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ്. ഇപ്പോൾ ഖാർഗ് ഐലൻഡും സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസും ഫിസിക്കലി പിടിച്ചടക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് ന്യൂയോർക്ക് ടൈംസ് ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഖാർഗ് ഐലൻഡ് നമ്മൾ നേരത്തെ മുതലേ പറയുന്നതാണ്. ഖാർഗ് ഐലൻഡ് എന്ന് പറയുന്നത് ഇറാനിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ അകലത്തിൽ കിടക്കുന്ന ഒരു പവിഴപ്പുറ്റുകളുടെ ദ്വീപാണ്. അത് ഇറാനെ സംബന്ധിച്ച് അങ്ങേയറ്റം ക്രൂഷ്യലാണ്. ഇറാൻ്റെ ഫ്യൂവൽ ഓപ്പറേഷൻസ് മുഴുവൻ നടക്കുന്ന അവിടെയാണ്. അപ്പം അത് പിടിച്ചടക്കുന്നു. കൂടാതെ ഈ ഹോർമൂസ് കടലിടുക്ക് വലിയ വൻതോതിലുള്ള മിലിറ്ററി വിന്യാസം കൊണ്ട് പിടിച്ചടക്കുന്നു. അത് ഡ്രോണുകളും ബോട്ടുകളും ഷിപ്പുകളും ഹെലികോപ്റ്റേഴ്സും ഒക്കെ അടങ്ങുന്ന ഒരു മൾട്ടി ലെയർ സേനാ വിന്യാസത്തെക്കുറിച്ചാണ് വളരെ വിശദമായിട്ട് വാർ അനലിസ്റ്റുകൾ അതിനെക്കുറിച്ചുള്ള ലേഖനങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഏത് തരത്തിലാണ് ഇക്കാര്യം ചെയ്യാന്നുള്ളത്. അപ്പം ഇത്തരം ഗ്രൗണ്ട് ഓപ്പറേഷൻസിന് വളരെ എക്സ്പേർട്ടൈസ് നേടിയിട്ടുള്ള ഭടന്മാരാണ് ഈ പ്രദേശത്തേക്ക് വരുന്നത്. അപ്പോൾ ഹോർമൂസിൻ്റെ മറുഭാഗം, അതായത് ഒമാൻ്റെ മറുഭാഗം, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ മറുഭാഗം, ഇറാൻ്റെ തീരം. അപ്പോൾ ഇറാൻ്റെ തീരം ഒരു 200 കിലോമീറ്ററോളം പ്രദേശം കൃത്യമായിട്ട് ക്ലീനാക്കി എടുക്കുക. ഹോർമൂസിലേക്കുള്ള ഇറാൻ്റെ വിഷൻ പൂർണ്ണമായിട്ടും തടയത്തക്ക രീതിയിൽ. അപ്പോൾ പേർഷ്യൻ ഗൾഫിലൂടെ സ്പീഡ് ബോട്ടുകളിൽ വന്നുള്ള ആക്രമണം തടയാൻ വേണ്ടി ഹെലികോപ്റ്റേഴ്സ് ഉപയോഗിച്ച് സ്പീഡ് ബോട്ടുകളെ അറ്റാക്ക് ചെയ്യുന്ന സംവിധാനം, അതുപോലെ ഓട്ടോമേറ്റഡ് പൈലറ്റുള്ള ബോട്ടുകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളെ സീയിലൂടെ വരുന്ന ബോട്ടുകളെ, സ്പീഡ് ബോട്ടുകളെ തടയാനുള്ള സംവിധാനം, മൈനിങ് തടയാനുള്ള സംവിധാനം, ഇങ്ങനത്തെ വളരെ മൾട്ടി ലെയർ ആയിട്ടുള്ള ഒരു സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഗ്രൗണ്ട് ഫോഴ്സ് ഇറാനിലേക്ക് പ്രവേശിക്കും എന്നുള്ള ഒരു വാർത്തയാണ് പ്രധാനമായിട്ട് വരുന്നത്. കാരണം ഇറാൻ യുദ്ധം ചെയ്ത് ഗ്രൗണ്ടിന് പുറത്തേക്ക് ചാടുകയാണ്. ഇറാൻ എന്ന് പറയുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ടല്ലോ, ആ ഗ്രൗണ്ടിന് പുറത്തേക്ക് ഇറാൻ ചാടുന്നു, അല്ലെങ്കിൽ IRGC ചാടുന്നു. ആ സമയത്ത് ഇറാൻ്റെ ഉള്ളിലേക്ക് മിലിറ്ററി പരമായി തന്നെ ഗ്രൗണ്ട് ഫോഴ്സിനെ ഉപയോഗിച്ച് അമേരിക്ക കയറുന്നു എന്നുള്ളതാണ് ഒരു സാധ്യത. വേറൊരു സാധ്യത കാണുന്നത് ടെഹ്റാൻ പരിപൂർണമായും ഫ്രീ ആക്കി എടുത്തുകൊണ്ട് ഒരു പാരലൽ ഗവൺമെൻറ്റിനെ അവിടെ സ്ഥാപിക്കുകയും US ഫോഴ്സിൻ്റെ കൂടി പ്രൊട്ടക്ഷനോടുകൂടി ആ പാരലൽ ഗവൺമെൻറ്റിനെ സംഘടിപ്പിക്കാവുന്ന IRGCയിലെ വിമതരെ കൂടി സംഘടിപ്പിച്ചുകൊണ്ട് തലസ്ഥാനം പിടിച്ചടക്കിയ ശേഷം മറ്റ് സ്ഥലങ്ങളിലേക്ക് അവരുടെ ശക്തി വ്യാപിപ്പിക്കുന്നു. കാരണം ഇറാനിൽ ആ ഒരു പോയിന്റിൽ മാത്രമല്ല IRGCക്ക് കൂടുതൽ താല്പര്യങ്ങളുള്ള, IRGCയിലെ മിസൈലുകളൊക്കെ സൂക്ഷിച്ചിട്ടുള്ള ഇറാനോട് ചേർന്നുള്ള സിറ്റികളൊക്കെ ഉണ്ട്. ആ സിറ്റികളിലൊന്നും കാര്യമായ ആക്രമണം ഇസ്രായേൽ സംഘടിപ്പിക്കുന്നില്ല. ഏറ്റവും കാര്യമായ ആക്രമണങ്ങൾ മുഴുവൻ സംഘടിപ്പിക്കുന്നത് ടെഹ്റാനിലാണ്. അപ്പം ഇത് തലസ്ഥാനം പിടിച്ചടക്കാനുള്ള ഒരു സൂചനയാണ് എന്നുള്ളതും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി അതിനിടയിലൂടെ ഉക്രൈൻ പ്രസിഡന്റ് പറയുന്നു റഷ്യയാണ് ഈ ആവശ്യത്തിനുള്ള സാറ്റലൈറ്റ് പിക്ചേഴ്സും അതുപോലത്തെ ഇൻ്റലിജൻസ് വിവരങ്ങളും ഇറാന് നൽകുന്നത് എന്നുള്ളത്. ഇത് നേരത്തെ മുതലേ കേൾക്കുന്ന ഒരു സംഗതിയാണ്. കാരണം ഈ യുദ്ധം നീണ്ടുപോയാൽ ഇതുകൊണ്ട് ലാഭം കിട്ടുന്നത്, ക്യാഷ് വൈസ് ലാഭം കിട്ടുന്നത് ഏറ്റവും പ്രധാനമായി റഷ്യക്കാണ്. ബാക്കി ഒരുപാട് പേർക്ക് ലാഭമുണ്ട്, US പോലും ലാഭമുണ്ട്. കാരണം ഈ ട്രംപ് ഓരോ പ്രസ്താവന നടത്തുന്ന സമയത്ത് ഈ ട്രേഡ് മേഖലകളിൽ ഉണ്ടാകുന്ന ആ ഫ്ലക്ച്വേഷനിൽ നിന്ന് നിശ്ചയമായിട്ടും ട്രംപ് പ്രസ്താവന ഇറക്കുന്നതിന് മുൻപ് തന്നെ ആ പ്രസ്താവന ഇറക്കിയേക്കാം എന്നറിയുന്ന ആളുകൾ അതിനകത്ത് പൈസ ഉണ്ടാക്കുന്നുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഇതിൽ പണം ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാലും ഇതിൽ പ്രധാനമായിട്ട് ഓയിൽ വിറ്റ് ലാഭം നേടുന്ന ഏറ്റവും പ്രധാന രാജ്യം റഷ്യ എന്ന നിലയ്ക്ക് ഈ യുദ്ധം നീണ്ടുപോവേണ്ടത് റഷ്യയുടെ ആവശ്യമാണ്. അപ്പം ഇറാനെ കഴിയുന്നത്ര നീട്ടി കൊണ്ടുപോകാൻ വേണ്ടി 1 മിസൈൽ, 2 മിസൈൽ, 4 മിസൈൽ കൊടുത്ത് ഞാൻ പലതവണ സൂചിപ്പിച്ചത് ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റാണ് ഇറാൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. അവർ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് 1 മിസൈൽ കിട്ടിയവർ അത് പ്രയോഗിക്കും. കാരണം അവർ മരിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നവരാണ്, ജയിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നവരല്ല. അപ്പോൾ അവസാനത്തെ മിസൈൽ വരെ പ്രയോഗിച്ച് അമേരിക്കയിൽ നിന്ന് മരണം ഇരന്നു വാങ്ങാൻ നിൽക്കുന്ന ഇവരെ കൊണ്ട് പരമാവധി ഇവരുടെ മരണം നീട്ടി ഒരു ദിവസം കൊണ്ടുപോകണേ അത്രയും കൂടെ കൂടുതൽ മിസൈലുകൾ ഡീസൽ തങ്ങൾക്ക് വിൽക്കാമല്ലോ എന്നുള്ള ഒരു റഷ്യൻ കണ്ണും ഇതിനകത്തുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതിനിടയിലൂടെ സ്പലവി, അമേരിക്കയിലുള്ള ഈ പരേ ഷായുടെ മകൻ, അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട്. താമസിയാതെ തന്നെ ഈ ഇറാൻ ഫ്രീ ആകുമെന്നും ഈ മദർ റജീമിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ ഇറാൻ പുറത്തു വരുമെന്നും ആൻഡ് ഇറാൻ വിൽ എക്സ്പോർട്ട് എഞ്ചിനീയേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് എക്സ്ട്രീമിറ്റ്സ്. തീവ്രവാദികൾക്ക് പകരം ഇറാൻ എഞ്ചിനീയേഴ്സിനെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമായി മാറുമെന്നും സ്റ്റാർട്ടപ്സ് ഇൻസ്റ്റെഡ് ഓഫ് സൂയിസൈഡ് ബോംബേഴ്സ്, അവിടെ ധാരാളം സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുമെന്നും സൂയിസൈഡ് ബോംബറുകൾക്ക് പകരമായി അല്ലെങ്കിൽ സ്വയം കത്തിച്ചാമ്പലാവുന്ന മനുഷ്യർക്ക് പകരമായി സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്ന മിടുമിടുക്കന്മാരായി ഈ ബോംബ് മനുഷ്യർ മാറുമെന്നും
ഇറാൻ വിൽ എക്സ്പോർട്ട് എനർജി ഇൻസ്റ്റെഡ് ഓഫ് ഹൈട്രഡ്. ഇറാൻ എനർജി എക്സ്പോർട്ട് ചെയ്യും, പെട്രോളിയം എക്സ്പോർട്ട് ചെയ്യും, ഗ്യാസ് എക്സ്പോർട്ട് ചെയ്യും ഇൻസ്റ്റെഡ് ഓഫ് ഹൈട്രഡ്. വിരോധത്തിന് പകരം, ശത്രുതയ്ക്ക് പകരം ഇതൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു മനോഹര രാജ്യമായി ഇറാൻ മാറുമെന്ന്, ഉടനെ തന്നെ മാറുമെന്ന് അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഇത് 93 മില്യൺ ആളുകളുള്ള, അല്ലെങ്കിൽ 9,30,00,000 മനുഷ്യരുള്ള, ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഹൈലി ആൻട്രപ്രണർഷിപ്പുള്ള, അല്ലെങ്കിൽ നല്ല ബുദ്ധിശക്തിയുള്ള, നല്ല സംരംഭക ശേഷിയുള്ള, വെസ്റ്റേൺ സിവിലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യരടങ്ങുന്ന മനോഹരമായ ഒരു രാജ്യമാണിത്. ഈ രാജ്യത്തെ ഈ 6-ാം നൂറ്റാണ്ടുകാരുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കാനുള്ള സമയം വളരെ അടുത്തെത്തിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഇറാൻ ഈസ് ദ സിംഗിൾ ലാർജസ്റ്റ് അൺടാപ്ഡ് ഇക്കണോമിക് ഓപ്പർച്യൂണിറ്റി ഓഫ് ദ 21st സെഞ്ച്വറി. അതായത് ഇതുവരെ കൈവയ്ക്കാത്ത ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സാണ് ഇറാൻ. ആ സാമ്പത്തിക സ്രോതസ്സിൻ്റെ മുഴുവൻ ശക്തി കൊണ്ടും ആ രാജ്യത്തെ മനുഷ്യർ ഉയർത്തെഴുന്നേൽക്കുകയും ലോകത്തിലെ എല്ലാ മനുഷ്യരെയും പോലെ 21ാം നൂറ്റാണ്ടിലെ സിവിലൈസ്ഡ് ആയിട്ടുള്ള, പോളിഷ്ഡ് ആയിട്ടുള്ള, ആഹ്ലാദിച്ച് ജീവിക്കുന്ന, ആഘോഷിച്ച് ജീവിക്കുന്ന മനുഷ്യരായി മാറുമെന്നും ഉള്ള പ്രത്യാശ അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തതായി കാണുന്നു.